സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കർത്താവിൻ്റെ അനന്തമായ സ്നേഹം സ്വീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കാം. ശ്രുതി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 31-ാം തിരുവചനം ഇങ്ങനെയാണ്: അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു, പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. 32-ാം തിരുവചനം: അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വച്ച് അവൻ വിശുദ്ധലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം നമ്മുടെ ഹൃദയം ജ്വലിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ജ്വലിക്കുന്ന ഒരു അനുഭവം. നമ്മൾ തുടർന്ന് വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പോവാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഹൃദയത്തിൽ ഒരു ജ്വലനം സംഭവിക്കണം. ആമേൻ, ആമേൻ, ആമേൻ. നമ്മളൊരു ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പോവാണ്. ഹൃദയം ജ്വലിക്കുന്ന ഒരു ശുശ്രൂഷ. ഇത് വെറുതെ കാണാനുള്ള ഒരു ശുശ്രൂഷയല്ല, മറിച്ച് ഇത് നമ്മൾ ദൈവവചനം, ഇത് അഭിഷേകമായിട്ട് സ്വീകരിക്കുന്നൊരു ശുശ്രൂഷയാണ്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. 2 കരങ്ങളും ഇങ്ങനെ അൾത്താരയിലേക്ക് അല്പം നീട്ടിപ്പിടിച്ചേ. 2 കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചേ. കണ്ണുകളടച്ച് നമുക്ക് ഇന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്റെ മേലും എന്റെ കുടുംബത്തിന്റെ മേലും എന്റെ ബന്ധങ്ങളുടെ മേലും അത്ഭുതകരമായി അങ്ങ് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആബാ പിതാവേ, ആബാ പിതാവേ, പരിശുദ്ധാത്മാവേ, പുത്രനായ യേശുവേ, എന്റെ മേലും എന്റെ കുടുംബത്തിന്റെ മേലും അത്ഭുതകരമായി പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളൊന്ന് കൂപ്പിപ്പിടിച്ച് കണ്ണുകളടച്ച് ഈ ശുശ്രൂഷ സമയത്ത് ദൈവം ഇടപെടണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും നിയോഗം ഒന്ന് മനസ്സിലോർക്കാമോ? ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് ഇടപെടണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും നിയോഗം ഓർത്ത് സമർപ്പിക്കുക. കർത്താവെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ നിയോഗങ്ങളിൽ അങ്ങ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. നമ്മൾ ആരും തന്നെ ഇത് വെറുതെ കാണാൻ വന്നവരല്ല, മറിച്ച് ഈ ശുശ്രൂഷ സമയത്ത് അഭിഷേകം പ്രാപിക്കാനുള്ളവരാണ്. നമ്മുടെ അവസ്ഥ ഈശോയ്ക്ക് നന്നായി അറിയാം. ഈ അവസ്ഥ ഈശോയോട് പറയണം. ഈശോയെ, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ ആവശ്യങ്ങൾ, ഇതാണ് എൻ്റെ നിയോഗം. കർത്താവെ, ഈ വിഷയത്തിൽ അങ്ങ് ഇടപെടണമേ. കർത്താവെ, ഈ വിഷയത്തിൽ അങ്ങ് ഇടപെടണമേ. ഈശോയോട് പറയുക. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപക്ഷെ ആരോടും പറയാതെ കൊണ്ടു നടക്കുന്നൊരു കാര്യമാവും. ഇനി ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നൊരു ചിന്തയുണ്ടാവും. ഏത് വിഷയമായിക്കൊള്ളട്ടെ, അതിപ്പോൾ ഈശോയോട് പറയുക. ഈശോയെ, ഇന്ന വിഷയത്തിൽ അങ്ങ് അത്ഭുതകരമായിട്ട് ഇടപെടണമേ. കർത്താവിൻ്റെ വലിയ ഒരു ഇടപെടൽ ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. അത് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുന്നു. ഓ കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളിൽ സ്വർഗം ഇടപെടട്ടെ. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്കെല്ലാവർക്കും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. സ്വരമുയർത്തി വിളിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ദൈവശക്തി വെളിപ്പെടട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ. ദൈവീക ശക്തിയാൽ ഞങ്ങൾ എല്ലാവരെയും നിറയ്ക്കണമേ.
പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ ദൈവമേ, അങ്ങ് അത്ഭുതകരമായിട്ട് ഇടപെടണമേ. ഒരു പുത്തൻ അഭിഷേകത്താൽ നിറയ്ക്കണമേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കൈയടിച്ച് പാടിക്കേ എല്ലാവരും. കണ്ണുകളടച്ച് കൈയടിച്ചാലോ? യെസ്, വിശ്വസിക്കുന്നു. ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി അഗ്നിനാവുകളാൽ പടരുന്നു. ചേർന്ന് പാടി. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി അഗ്നിനാവുകളാൽ പടരുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കും. വരണ്ടൊറ്റ ഹൃദയത്തിൽ പുതുജീവൻ നിറയും. ഒരു കുടിത്തന്നായി എല്ലാ കാര്യത്തിൽ പുതുജീവൻ തരും ദൈവ സാന്നിധ്യമേ. റുഹായേ കാറ്റായി വാ, റുഹായേ കിനാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, റുഹായേ നീ നിറവായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ കിനാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, റുഹായേ നീ നിറവായി വാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷ ഇതിവിടെ നമ്മൾ ഈ വചനം വായിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് വെറുതെ വായിച്ചു പോകാനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങളിൽ കർത്താവ് ഇടപെടുന്നതിന് വേണ്ടി നൽകുന്ന ഒരു വചന ശുശ്രൂഷയാണ്. എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ കേട്ടോണ്ടിരുന്നാൽ പോരാ, മറിച്ച് നമ്മളിത് സ്വീകരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ ആത്മീയ മേഖലയിൽ അതിശക്തമായി ചില മാറ്റങ്ങൾ വരുത്തുന്നതിന് സഹായിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. വിശ്വസിക്കുന്ന ഒരു ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. എങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റിയ ഒരു വചനഭാഗം ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹായാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം 18-ാം തിരുവചനം. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, ഫസ്റ്റ് ലെറ്റർ, ചാപ്റ്റർ 1 വേഴ്സ് 18. 18-ാം തിരുവചനം. ഈ വചനം ഒന്ന് വായിച്ചാലോ? നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. യെസ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ. ഹല്ലേലൂയാ. പലതരം ഉയർത്തിപ്പിടിച്ച് ഈ വചനം നമുക്ക് നേറ്റു പറയാം. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ വചനം ഒന്ന് കാണാതെ പഠിച്ചാലോ? വലതുകരം ഉയർത്തിപ്പിടിച്ച് ഇടതുകരം നെഞ്ചോട് ചേർത്ത് ഈ വചനം നമുക്ക് ഏറ്റുപറയാം. പൗലോസ്ലീഹ തൻ്റെ ബോധ്യത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വലിയ സൗഖ്യത്തിൻ്റെ ഒരു വചനമാണ്. അപ്പം അതുകൊണ്ട് ഇത് പഠിച്ചോണം, ഏറ്റുപറയാം. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ. ഒന്നും കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം
വചനം ഭോഷത്വമാണ്. ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയത്രേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ വചനം വളരെ വ്യക്തമായി നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കുരിശ് ആർക്കാണ് അനുഗ്രഹമായിരിക്കുന്നത്? നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശ് എന്താണ്? അത് ഭോഷത്വമാണ്, മണ്ടത്തരമാണ്, വിഡ്ഢിത്തരമാണ്. എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് ഈ കുരിശ് എന്താണ്? അത് ശക്തിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങോട്ട് ശ്രദ്ധിച്ചേ, കുരിശിനെ ധ്യാനിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്നറിയോ? ഈ ഭൂമിയിൽ നമ്മൾ കടന്നു പോകുന്ന എല്ലാ സഹനങ്ങളെയും വേറിട്ട ഒരു കാഴ്ചപ്പാടിൽ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ് വിശുദ്ധ കുരിശ്. ആമേൻ, ഹല്ലേലൂയാ. ഈ ഭൂമിയിൽ നമ്മൾ കടന്നു പോകേണ്ട പല സഹന മേഖലകളെയും വേറിട്ട ഒരു കാഴ്ചപ്പാടിൽ അത് മനസ്സിലാക്കുന്നതിന് നമുക്ക് ഒരു ബലമാണ് വിശുദ്ധ കുരിശ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. പ്രത്യേകിച്ച് ഈ നാളുകളിൽ, നോമ്പിന്റെ ഈ നാളുകളിലൊക്കെ നമ്മൾ കുരിശിന്റെ വഴി ചൊല്ലുന്നു, കുരിശിനെ ധ്യാനിക്കുന്നു. എന്തിനാണ് ഇത്രമേൽ ഈ കുരിശിൽ തൂങ്ങപ്പെട്ടവന് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ധൈര്യപൂർവ്വം ദൈവജനത്തോട് പഠിപ്പിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? ഇത് നാശത്തിലൂടെ ചരിക്കുന്നവർക്കുള്ളതല്ല, മറിച്ച് രക്ഷയിലൂടെ ചരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ളൊരു ശക്തിയുടെ മേഖലയാണ്. കുരിശ് നമുക്കൊരു ശക്തിയാണ്. ഹല്ലേലൂയാ. അതായത് നമ്മൾ ഇവിടെ നിന്ന്, ഈ ദേവാലയ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ യേശുവിൻ്റെ കുരിശിനെ കുറിച്ച് ധ്യാനിച്ചിട്ട് കടന്നു പോകുമ്പോൾ, നമ്മൾ പിന്നീട് ദേവാലയത്തിൻ്റെ പടവുകളൊക്കെ ഇറങ്ങി പിന്നീട് നമ്മുടെ യാഥാർത്ഥ്യത്തിൽ നമ്മൾ കാണുന്നത് എന്തുവാ? നമ്മുടെ ജീവിതത്തിലെ കുരിശാണ്, നമ്മുടെ കുടുംബത്തിലെ കുരിശാണ്, നമ്മുടെ മക്കളുടെ കുരിശാണ്, നമ്മുടെ ജീവിത ബന്ധങ്ങളുടെ കുരിശാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ കുരിശുകളുടെ മുമ്പിൽ നമ്മൾ വല്ലാണ്ട് ഭാരപ്പെടുക, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ലാതിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ധ്യാനിക്കുന്ന ഈ കുരിശ് നമുക്ക് ചില വെളിപ്പെടുത്തലുകൾ നൽകും, ചില ബോധ്യങ്ങൾ നൽകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. നല്ല മിടുക്കൻ ചെറുപ്പക്കാരൻ. കാരണം മിടുക്കൻ എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ഒരു രാത്രി സമയത്ത് അവൻ്റെ ഭാര്യയും കൊണ്ട് നടക്കാൻ ഇറങ്ങിയിരിക്കുന്നതാണ് ഈ ചെറുപ്പക്കാരൻ. രാത്രി സമയത്ത് ഭാര്യയും കൊണ്ട് നടക്കാൻ ഇറങ്ങിയിരിക്കുന്ന ചെറുപ്പക്കാരൻ. ഈ നടക്കാൻ ഇറങ്ങിയിരിക്കുന്ന ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ ഈ ഭാര്യ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു ഭാര്യയല്ല. ഒരു ആക്സിഡന്റിന് ശേഷം നാളുകളായി കിടപ്പിലായിരുന്നു. പിന്നീട് ഇപ്പോൾ സാവധാനം ജീവിതത്തിലോട്ട് പച്ചവെച്ച് വരുന്നുണ്ട്. പക്ഷേ മാനസികമായി അങ്ങേയറ്റം താളം തെറ്റിക്കിടക്കുന്ന ഒരു ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ ഈ ഭാര്യയെ കൊണ്ടു നടക്കുന്നത് ഈ കൊച്ചു കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത് പോലെയാണ്. കൊച്ചു കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത് പോലെയാണ് ഈ രാത്രി സമയത്ത് കൊണ്ടു നടക്കാൻ. ഇവൻ ജോലി കഴിഞ്ഞ് വന്ന് പിന്നീട് ഇവന് കിട്ടുന്ന സമയത്ത് ഇവൻ്റെ ഭാര്യയും കൊണ്ട് ഇവൻ റോട്ടിലൂടെ കൊണ്ടു നടക്കുവാണ്. എല്ലാ ദിവസവും ഭാര്യയ്ക്കൊരു വ്യായാമം കിട്ടാൻ, മാനസിക ഉല്ലാസം കിട്ടാൻ വേണ്ടി ഇവൻ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ഈ സ്ത്രീ ജന്മനാ മാനസിക രോഗിയായിരുന്ന വ്യക്തിയല്ല. ഈ സ്ത്രീ നല്ല ആരോഗ്യത്തോടുകൂടെ എക്സ്ട്രാ ഓർഡിനറി പവർഫുൾ ആയിട്ട് ആ കുടുംബത്തിൻ്റെ വരുമാന മാർഗമായിരുന്നൊരു സ്ത്രീയാണ്. എന്നാൽ ഒരു ആക്സിഡന്റിന് ശേഷം താളം തെറ്റി. നാളുകളായിട്ട് കിടപ്പിലായിരുന്നു. ഒരു കുടുംബത്തിൻ്റെ ഗതി എന്ന് പറയുന്നത് താളം മുഴുവൻ തെറ്റി ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ ആ കുടുംബം കടന്നു പോവുകയാണ്. വല്ലാത്ത അവസ്ഥ. എന്തു ചെയ്യണമെന്നറിയാതെ സാമ്പത്തിക ഭാരം, കുടുംബത്തിലുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ കടന്നു പോകുന്ന അവസ്ഥ നമുക്കിവിടെ നിന്ന് പറയാൻ പറ്റാത്ത വണ്ണമുള്ള അങ്ങേയറ്റം തീവ്രവേദനയുടെ അവസ്ഥ. എന്നാൽ ഇപ്പോൾ സാവധാനം ഈ കുടുംബം പച്ച പിടിച്ചു വരുമ്പോൾ കുടുംബനാഥനായിട്ടുള്ള, ഒത്തിരി വലിയ പ്രായമൊന്നുമില്ല, ഈ മിടുക്കനായ ചെറുപ്പക്കാരൻ്റെ പണി എന്തെന്നറിയോ? ഭാര്യയെ അങ്ങേയറ്റം സ്നേഹിക്കും. പകല് മുഴുവൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് വന്ന്
വൈകുന്നേരം ഈ ഭാര്യനെ കൊച്ചു കുഞ്ഞിനെ കൊണ്ടു നടക്കുന്ന പോലെ. കാരണം അതിനുള്ള മാനസികാവസ്ഥ ഈ പെണ്ണിനില്ല. അപ്പം അതുകൊണ്ട് കയ്യെ പിടിച്ച് റോഡിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ കൊണ്ടു നടക്കുക. ഒരു ദിവസം അല്ല കേട്ടോ, ഒരാഴ്ചയല്ല കേട്ടോ, ഒരു മാസമല്ല കേട്ടോ, ഇനി എത്ര നാളെന്നറിഞ്ഞുകൂടാ. ഈ മിടുക്കൻ ഈ ഭാര്യയും കൊണ്ട് ഇങ്ങനെ കൈപിടിച്ച് നടക്കുമ്പോൾ നാട്ടുകാരൊക്കെ ഇങ്ങനെ ചോദിക്കും, എടാ നിനക്കൊരു ജീവിതം വേണ്ടേടാ, എടാ നീ ഇത് എത്ര നാളെന്നും പറഞ്ഞ് ഇവളെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. ഇവൻ അവരോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവളുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയും, ഇതെന്റെ ഭാര്യയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ നിന്ന് കർത്താവിൻ്റെ കയ്യിൽ തന്നതാണ് എൻ്റെ ഭാര്യയെ. ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ആര് സ്വീകരിക്കും? എൻ്റെ ഭാര്യയ്ക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ജീവിതത്തിൽ ചില താളക്കേടുകൾ സംഭവിച്ചു. പക്ഷേ എൻ്റെ ഭാര്യ തന്നെയാണ്. അവളെ ഞാൻ പൊന്നുപോലെയാ കൊണ്ടു നടക്കുന്നത്. ഹല്ലേലൂയ. ഈ ചെറുപ്പക്കാരനോട് ഞാൻ സംസാരിച്ചു വന്നപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞ ഒരു ആത്മീയ രഹസ്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇവൻ്റെ വീട്ടിൽ, ഇവൻ്റെ മുറിയിൽ ഒരു കൊച്ചു കുരിശുണ്ട്, ഒരു കൊച്ചു കുരിശ്. ഇവൻ പറയുക, അച്ഛാ നേരം വെളുക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ആ കുരിശിൻ്റെ മുമ്പിൽ നിൽക്കും. കുരിശിൽ കിടക്കുന്ന ഈശോയെ ഞാനിങ്ങനെ നോക്കും. അച്ഛാ ഞാനിങ്ങനെ കുരിശയിലോട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് അസാധാരണമായ ഒരു കൃപ കിട്ടും. അതെന്നതാണെന്ന് എനിക്ക് പറഞ്ഞാൽ തെളിയിക്കാൻ പറ്റത്തില്ല. പക്ഷേ അസാധാരണമായൊരു കൃപ കിട്ടും. ആ കൃപയിലാണ് അച്ഛാ ഈ ജീവിതം മുഴുവൻ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ആരെക്കുറിച്ചാണെന്നറിയാവോ? നിങ്ങളെക്കുറിച്ച്. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത് എന്നെക്കുറിച്ച്. കുരിശിലേക്ക് നോക്കുമ്പോൾ എനിക്ക് എന്താണ് കിട്ടുന്നത്? ഈ കുരിശ് എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. കുരിശ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ നമുക്കൊരു ശക്തിയാണ്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളെയും വേറിട്ട ഒരു കാഴ്ചപ്പാടിൽ മനസ്സിലാക്കുന്നതിന് ഈ കുരിശ് നമുക്ക് ബലം നൽകും. അതുകൊണ്ട് കുരിശിനെ സ്നേഹിക്കണം. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അൽത്താരയിലുള്ള ഈശോയെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എൻ്റെ ജീവിത വഴികളിൽ കുരിശിന് അർത്ഥമുണ്ടെന്ന് എന്നെ പഠിപ്പിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഏതൊരു വേദനയ്ക്കും സഹനത്തിനും അർത്ഥമുണ്ടെന്ന് ഈ പരിശുദ്ധ അൽത്താര നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളെയും വേറിട്ട ഒരു കാഴ്ചപ്പാടിൽ കാണുന്നതിന് ഈ അൾത്താര നമ്മളെ സഹായിക്കും. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ നമുക്ക് വലിയ ഭാരമാണ്, ഇതൊരു കുരിശാണ് എന്ന് ചിന്തിച്ച് നമ്മൾ വല്ലാണ്ട് സങ്കടപ്പെടുന്നുണ്ടാവും. ഒരു പക്ഷേ ചില വ്യക്തികളെ നമ്മൾ അപ്രകാരം മനസ്സിലാക്കുന്നുണ്ടാവും. ഇതെനിക്കെപ്പോഴും ഭാരമാണ്, ഈ വ്യക്തി എപ്പോഴും എനിക്ക് ദുഃഖമാണല്ലോ സമ്മാനിക്കുന്നത്, ഇയാളോത്തുള്ള ജീവിതം തന്നെ വലിയ ഭാരമാണല്ലോ എന്നൊക്കെ ഒരുപക്ഷെ കുടുംബജീവിത വഴികളിൽ ചിലരുടെ ഉള്ളിൽ തോന്നാം. ജീവിത വഴികളിൽ നമ്മൾ കണ്ട അനുഭവിച്ച എല്ലാ ബന്ധങ്ങളെയും ഈ പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ, കർത്താവേ, എൻ്റെ ഇന്നത്തെ എല്ലാ അനുഭവങ്ങൾക്കും മറ്റൊരു തലമുണ്ടെന്ന് എന്നെ പഠിപ്പിക്കുന്നവനെ ഈ അൽത്താരയുടെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ഈ വലിയ സത്യം ഞങ്ങളിതാ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, അങ്ങ് ഞങ്ങളിൽ അത്ഭുതകരമായിട്ട് ഇടപെടണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 കരങ്ങളും ഒരു നിമിഷം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഓരോ വ്യക്തിയും വിശ്വസിക്കുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന എല്ലാ ദുഃഖങ്ങൾക്കും മറ്റൊരു വശമുണ്ട്. ഇന്ന് ഞാൻ ഒരുപക്ഷെ മനസ്സിലാക്കുന്നത് പോലെയല്ല, ഇതിനൊക്കെ മറ്റൊരു വശമുണ്ട്. പത്രോസ്ലീഹ ഈ വലിയ രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തൻ്റെ ലേഖനത്തിൽ കുറിച്ചു വെച്ചില്ലേ, ഇതാ ഈ നിങ്ങൾ ഇന്ന് സഹിക്കുന്ന സഹനങ്ങളൊക്കെ, പീഡകളൊക്കെ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. മറിച്ച് ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഓരോ വ്യക്തിയും ആഹ്ലാദിക്കുന്ന തീരുമാനം. എന്തിനെന്നറിയോ? യേശുവിൻ്റെ കൂടെ സഹിക്കാൻ നിനക്കൊരു വിളി കിട്ടിയിരിക്കുന്നു. നിന്റെ സഹനങ്ങളെ ദൈവത്തിനു മുമ്പിൽ സമർപ്പിച്ച് ഒരു സ്തുതിപ്പായി, ഒരു ആരാധനയായി അർപ്പിക്കുക. ഒരു പക്ഷേ ജീവിതത്തിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ചില കാര്യങ്ങൾ ഇത് കുരിശാണ്, ഇതൊരു ഭാരമാണെന്ന് കണക്കാക്കി ചിലര് വല്ലാതെ ഭാരപ്പെടുന്നുണ്ടല്ലോ. ജീവിതത്തിൽ പരീക്ഷയിൽ വിജയം ലഭിച്ചില്ല എന്ന് കരുതി പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല, എൻ്റെ ജീവിതം ഒരു തകർച്ചയാണല്ലോ എന്ന് കരുതി ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. ഈ ശുശ്രൂഷ സമയത്ത് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ദൈവമേ, ഒരു അത്ഭുതകരമായ ദൈവശക്തി, എൻ്റെ ഈ സഹനങ്ങൾക്കൊരർത്ഥമുണ്ടെന്ന് എന്നെ പഠിപ്പിക്കുന്നവനെ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായൊരു ദൈവശക്തി എൻ്റെ മേൽ പ്രവർത്തിക്കട്ടെ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ദൈവജനം നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും തീരുമാനിക്കുക. ഇന്നത്തെ നമ്മുടെ സഹനങ്ങളെ ഒരു ആരാധനയായിട്ട് അർപ്പിക്കുക. ഈ സഹനങ്ങൾക്ക് അർത്ഥമുണ്ട്. ഒരുപക്ഷെ ചില ശാരീരിക പീഡകളാവും. ഓ ദൈവമേ, ഇതെങ്ങനെ സംഭവിച്ചു, ഇതിൽ ഞാൻ ഭാരപ്പെടുന്നു എന്നായിരിക്കും ചിന്ത. എന്നാൽ ഈ സഹനത്തെ കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. ഉയർത്തിപ്പിടിച്ച കൈകളിൽ നിന്റെ കുരിശ്, നിന്റെ ഭാരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം നീ വിശ്വസിക്കുക, യേശുവിന്റെ ശക്തി എൻ്റെ മേൽ വെളിപ്പെടുന്നു. യേശുവിന്റെ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടുന്നു. യേശുവിന്റെ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി എല്ലാവരും സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ ഈശോയെന്ന് വിളിച്ചെന്ന് സ്തുതിച്ചേ. നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകം ദൈവ മക്കളിലേക്ക് ഈ അൾത്താര സമ്മാനിക്കട്ടെ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവേ, അങ്ങ് ഞങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ സഹനങ്ങൾക്ക് മറ്റൊരു തലമുണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നവനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി.